അതിപ്രശസ്തമായ ശ്രീ സിദ്ധിവിനായക ഗണപതി മന്ദിർ 225 വർഷം പഴക്കമുള്ള ഒരു അതിസമ്പന്ന ക്ഷേത്രം കൂടിയാണിത്. ടീം ഗൗതം ഗംഭീർ കുടുംബസമേതമായിരുന്നു ക്ഷേത്രം സന്ദർശിച്ചത്. ഗംഭീറിനോടൊപ്പം ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും തിലക് ഉണ്ടായിരുന്നു. ഓപ്പണർ അഭിഷേകും ഇഷാൻ കിഷനും അക്ഷർ പട്ടേൽ ഒരുമിച്ചായിരുന്നു ക്ഷേത്രം സന്ദർശിച്ചത്. ഹർദിക് പാണ്ഡ്യയും സുഹൃത്തും കൂടിയായിരുന്നു ഗണപതി ക്ഷേത്രത്തിൽ എത്തിയത്. ക്രിക്കറ്റ് താരങ്ങൾ മാത്രമല്ല, അംബാനി കുടുംബം സ്ഥിരം സന്ദർശിക്കുന്ന ക്ഷേത്രം കൂടിയാണിത്. ബോളിവുഡ് സെലിബ്രിറ്റീസിന്റെ ഒരു ഒഴുക്ക് തന്നെയാണ് ഈ ഒരു ക്ഷേത്രത്തിലേക്ക്. അവരുടെ പിറന്നാൾ ദിവസവും മറ്റ് വിശേഷ ദിവസങ്ങളിലും ആദ്യം എത്തിച്ചേരുന്നത് ഈ ഒരു ക്ഷേത്രത്തിലേക്കാണ്. വിഘ്നങ്ങൾ അകറ്റുന്ന ഈശ്വരൻ എന്ന വിശ്വാസത്താൽ എന്ത് കാര്യം ആരംഭിക്കുമ്പോഴും താരങ്ങൾ ക്ഷേത്ര സന്ദർശനം നടത്തിയിട്ടേ അത് തുറന്നുള്ളൂ. ബോളിവുഡ് താരങ്ങൾ മാത്രമല്ല, നമ്മുടെ സൗത്ത് ഇന്ത്യൻ താരങ്ങളും ഈ ഒരു ഗണപതി മന്ദിർ സന്ദർശിക്കാറുണ്ട്. നിങ്ങളൊരു വിശ്വാസിയാണെങ്കിൽ നിങ്ങളുടെ വലിയൊരു ആഗ്രഹം. Have you ever wondered where the water inside a coconut comes from? Well, first, the coconut tree's roots suck water from the ground through the osmosis process, which travels up inside the coconut. Through this suction, water is drawn into the endosperm, which becomes creamy and comfortably settles inside the coconut. Then, when the creamy matter hardens, the remaining water is stored inside, forming the endosperm. Have you ever wondered where the water? പാമ്പുകള് വേഗത്തിലും വൃത്തിയായിട്ട് കിടക്കാനായിട്ട് ഒരു മെഷീൻ സെർച്ച് ചെയ്യുന്നവരാണോ നിങ്ങൾ? ഈ ഒരു മെഷീൻ നിങ്ങൾ കണ്ടുവച്ചു. ഇതിന്റെ ലോക്കറിന്റെ 9 HP ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള, ഇന്ത്യയിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മിനി ഫിൽറ്ററാണ്. ഈ ഏറ്റവും പവർഫുൾ എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ മെഷീൻസ് നമ്മൾ യൂട്യൂബിലൊക്കെ കാണാം, കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ കിടക്കുന്ന വീഡിയോ ഒക്കെ കാണാം. ഇത് കോഴിക്കോട് ജില്ലയില് കൊയിലാണ്ടിക്ക് അടുത്തായിട്ട് ഉള്ള സ്ഥലമാണ്. നമുക്കറിയാം, അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ കല്ലും വേലും ഒക്കെ ഉള്ള സ്ഥലമാണ്, കല്ലുവെട്ടിന്റെ ഒക്കെ സ്ഥലമൊക്കെയാണ് അവിടെ. അപ്പൊ അവിടെ പോലും വളരെ ഈസി ആയിട്ട്, ഇത് സ്ലോ ഗിയറിലാണ്. പലരും ഇതുപോലത്തെ വീഡിയോ കാണുമ്പോൾ ചോദിക്കുന്നത് ഭയങ്കര സ്ലോയിലായിട്ടാണ് കിടക്കുന്നത്. ഇത് സ്ലോ ഗിയർ ആണ്. കാരണം വെച്ചാൽ കിടക്കാതെ ഇറങ്ങുമ്പോൾ നമ്മൾ എപ്പോഴും സ്ലോ ഗിയറിലിട്ടാണ് കിടക്കുന്നത്. ഇത് ഹൈ ഗിയർ ആണ്. ഇത് ആദ്യത്തെ കിട കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ഹൈ ഗിയറിലിട്ട് കിടക്കുന്നതാണ്. ഏകദേശം ഓരോരോളം താഴ്ചയിൽ നമുക്ക് കിടക്കാൻ പറ്റും. പലരും നമ്മൾ ഒരു തൂമ്പ താഴുന്നത് നമ്മുടെ ഈ ബ്ലേഡ് കണ്ടു കഴിഞ്ഞാൽ റൊട്ടേറ്റ് ചെയ്ത് താഴോട്ട് പോവാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, ഏകദേശം ഒരടിയോളം താഴ്ചയിൽ കിടക്കാൻ പറ്റും. ഈ ഒരു മെഷീന് നമുക്ക് സബ്സിഡി 50% അവൈലബിൾ. പറമ്പുകള് വേഗത്തിലും വൃത്തിയായിട്ട് കിടക്കാനായിട്ട് ഒരു മെഷീൻ സെർച്ച് ചെയ്യുന്നവരാണോ നിങ്ങൾ? ഈ ഒരു മെഷീൻ നിങ്ങൾ കണ്ടുവച്ചു. ഇതിന്റെ ലോക്കറിന്റെ 9 HP ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള, ഇന്ത്യയിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മിനി ഫിൽറ്ററാണ്. ഈ ഏറ്റവും പവർഫുൾ എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ മെഷീൻസ് നമ്മൾ യൂട്യൂബിലൊക്കെ കാണാം, കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ കിടക്കുന്ന വീഡിയോ ഒക്കെ കാണാം. ഇത് കോഴിക്കോട് ജില്ലയില് കൊയിലാണ്ടിക്ക് അടുത്തായിട്ട് ഉള്ള സ്ഥലമാണ്. നമുക്കറിയാം, അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ കല്ലും വേലും ഒക്കെ ഉള്ള സ്ഥലമാണ്, കല്ലുവെട്ടിന്റെ ഒക്കെ സ്ഥലമൊക്കെയാണ് അവിടെ. അപ്പൊ അവിടെ പോലും വളരെ ഈസി ആയിട്ട്, ഇത് സ്ലോ ഗിയറിലാണ്. പലരും ഇതുപോലത്തെ വീഡിയോ കാണുമ്പോൾ ചോദിക്കുന്നത് ഭയങ്കര സ്ലോയിലായിട്ടാണ് കിടക്കുന്നത്. ഇത് സ്ലോ ഗിയർ ആണ്. കാരണം വെച്ചാൽ കിടക്കാതെ ഇറങ്ങുമ്പോൾ നമ്മൾ എപ്പോഴും സ്ലോ ഗിയറിലിട്ടാണ് കിടക്കുന്നത്. ഇത് ഹൈ ഗിയർ ആണ്. ഇത് ആദ്യത്തെ കിട കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ഹൈ ഗിയറിലിട്ട് കിടക്കുന്നതാണ്. ഏകദേശം ഓരോരോളം താഴ്ചയിൽ കിടക്കാൻ പറ്റും. കൂടാതെ യൂണിഫോം ആയിട്ട് കിടക്കാൻ പറ്റും. പലരും നമ്മൾ ഒരു തൂമ്പ താഴുന്നത് നമ്മുടെ ഈ ബ്ലേഡ് കണ്ടു കഴിഞ്ഞാൽ റൊട്ടേറ്റ് ചെയ്ത് താഴോട്ട് പോവാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, ഏകദേശം ഒരടിയോളം താഴ്ചയിൽ കിടക്കാൻ പറ്റും. ഈ ഒരു മെഷീന് നമുക്ക് സബ്സിഡി 50% അവൈലബിൾ. പറമ്പുകള് വേഗത്തിലും വൃത്തിയായിട്ട് കിടക്കാനായിട്ട് ഒരു മെഷീൻ സെർച്ച് ചെയ്യുന്നവരാണോ നിങ്ങൾ? ഈ ഒരു മെഷീൻ വെളിച്ചെണ്ണയെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് കൃത്യമായി നോക്കണം. മിനറൽ ഓയിലിന്റെയോ മറ്റേതെങ്കിലും ഭക്ഷ്യ എണ്ണകളുടെ ഉപയോഗം പരാമർശിക്കുകയാണെങ്കിൽ അതിനർത്ഥം മായം ചേർത്തിട്ടുണ്ട് തന്നെയാണ്. ചില്ല് ഗ്ലാസിൽ വെളിച്ചെണ്ണ അരമണിക്കൂർ ഫ്രീസറിന് പുറത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. എണ്ണ ശുദ്ധമാണെങ്കിൽ കട്ടയാകും, നിറമുണ്ടാകില്ല. മായമുണ്ടെങ്കിൽ നിറവ്യത്യാസം കാണിക്കും. നേരിയ ചുവപ്പ് നിറമുണ്ടെങ്കിൽ ആർജിമോൺ ഓയിൽ ചേർക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. നിറം ചുവപ്പായ പെട്രോളിയം പോലുള്ള മായം ചേർത്തെന്ന് സംശയിക്കണം. വ്യാജ വെളിച്ചെണ്ണ സ്ഥിരമായി ഉപയോഗിച്ചാൽ മറവി രോഗം, തലവേദന, ഹൃദ്രോഗം, സ്ട്രോക്ക് പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു. വായച്ചെലവുകൾ തന്നെയാണ്. 2 മാസം കഴിഞ്ഞ് വീട്ടിൽ വന്നാലും 6 മണിക്ക്
Here inside my house, now the tiny 740. Okay, 740. Now the tiny 740. The market something I need to come and not be ready. Okay, I offer them. Door down. Here we create stories that have there and that. Okay, not at all. Here and they and this is my mother. This is the second camera and this is the third one. This is the great now. Stories that is not for okay, everyone is here. Okay, then these two are to be creating stories today, 12th and the time is 7:47 or 8. Here inside my house,